സന്തോഷ് ടി വർഗീസ് ടെലിഫോണിൽ ചെയ്തത്. നമസ്കാരം ശ്രീ സന്തോഷ്. ഈ 1 ലക്ഷത്തിലേക്ക് തന്നെ എത്തുകയാണ് ഈ സ്വർണ്ണവില. അത് ഇപ്പോൾ പുതുവർഷമാകാൻ പോകുന്നു, ക്രിസ്മസ് ആകാൻ പോകുന്നു, അങ്ങനത്തെ അവസരങ്ങൾ കൂടി കണക്കിലെടുത്താണോ ഈ സ്വർണ്ണവില ഇങ്ങനെ ഉയരുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് ഇങ്ങനെ സ്വർണ്ണവില ഇത്രത്തോളം ഉയരാനുള്ളൊരു കാരണം? പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലോക സാമ്പത്തിക രംഗത്ത് ഉള്ള അനിശ്ചിതത്വമാണ് സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് കാരണം. വിശേഷിച്ച് ലോക സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച, സാമ്പത്തിക രംഗത്തുള്ള പ്രതിസന്ധി, ഇതെല്ലാം തന്നെ തുടരുകയാണല്ലോ. ഇതിനകത്തൊന്നും ഒരു കാര്യമായ അയവ് വരുന്നില്ല. അമേരിക്ക ഇപ്പോൾ പലിശ നിരക്ക് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും സ്വർണത്തിലേക്കും മറ്റ് അമൂല്യ ലോഹങ്ങളിലേക്കുമൊക്കെ നിക്ഷേപം വഴിമാറിപ്പോവുക എന്നുള്ളത് തികച്ചും സ്വാഭാവികമാണ്. അതാണ് പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഈ സമയത്ത് തന്നെ ജപ്പാനിലെ കേന്ദ്ര ബാങ്കായിട്ടുള്ള ബാങ്ക് ഓഫ് ജപ്പാൻ അവര് പലിശ നിരക്കിൽ ഒരു വർധനവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഇപ്പോൾ ജപ്പാൻ, നമുക്കറിയാം, ജപ്പാൻ ലോകത്ത് ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയാണെങ്കിൽ കൂടി അമേരിക്കയുടെ നിലപാടുകളാണ് ലോക സാമ്പത്തിക രംഗത്തെയും ഇത്തരം കാര്യങ്ങളെയെല്ലാം തന്നെ നിർണായകമായി സ്വാധീനിക്കുക. അപ്പോൾ അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുന്നു. പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും അമേരിക്കൻ ഡോളറിന്റെ മൂല്യവും കുറവ് വരും. ഡോളറിന്റെ മൂല്യം കുറയുമ്പോൾ സ്വാഭാവികമായും മറ്റ് നിക്ഷേപ മാർഗങ്ങളൊക്കെ തന്നെ അന്വേഷിക്കും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർണ്ണവില വർദ്ധിക്കുന്നത്. ഇനിയൊരു കുറവ് രേഖപ്പെടുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അല്ല, വില കുറയുകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വില കുറയും. പക്ഷെ അത് ഈ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളത് അനുസരിച്ച് മാത്രമായിരിക്കും അത് സംഭവിക്കുക. ലോക സാമ്പത്തിക രംഗത്ത് ഇപ്പോഴുള്ള ആ പ്രതിസന്ധിയെ മറികടന്ന് അഭിവൃദ്ധി ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ സ്വർണത്തിലേക്ക് ഒഴുകിപ്പോയ നിക്ഷേപമെല്ലാം തിരിച്ച് സമ്പദ് വ്യവസ്ഥയിലേക്ക് മടങ്ങി വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സ്വർണത്തിന്റെ വില കുറയും. പക്ഷേ അത് എന്തായാലും ഉടനെയൊന്നും നമുക്കത് അങ്ങനെ പ്രതീക്ഷിക്കാനായിട്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം കൂടി സ്വർണത്തിന്റെ വില വർദ്ധിക്കാനായിരിക്കും സാധ്യത. ഇപ്പോ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ എത്ര വരെ പോകാനാണ് സാധ്യതയുള്ളത്? ഇത് പൊതുവെ വിലയിരുത്തുന്നത് 1 ലക്ഷത്തിന് മുകളിൽ എത്തിയേക്കാം എന്നുള്ളതാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ. കാരണം ഇനി 1000 രൂപയിൽ താഴെയല്ലേ വർദ്ധിക്കേണ്ടതുള്ളൂ 1 ലക്ഷത്തിലേക്ക് എത്താനായി. അപ്പോൾ അത് സംഭവിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഉടനെയൊന്നും ഈ ലോക സാമ്പത്തിക രംഗത്ത് മാറ്റം വരാനോ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിൽ അഭിവൃദ്ധി ഉണ്ടാകാനോ ഉടനെയൊന്നും അത് സംഭവിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. സ്വാഭാവികമായും സ്വർണത്തിന്റെ വില ക്രമേണ കുറച്ച് വർദ്ധിക്കാൻ തന്നെയായിരിക്കും സാധ്യത. ഇന്നിപ്പോ 2 തവണയാണ് സ്വർണ്ണവില കൂടിയിരിക്കുന്നത്, രാവിലെയും വൈകിട്ടുമായിട്ട്. അതെന്തായിരിക്കും അങ്ങനെ ഒരു കാരണം വരെ? മിക്ക ദിവസം നമ്മളിത് കാണുന്നതാണ്, രാവിലെ വൈകിട്ടുമായിട്ടുള്ള ഒരു സ്വർണ്ണവിലയിൽ ഒരു വർധനവ് നമ്മൾ കാണുന്നതാണ്. അതെന്തുകൊണ്ടാണ് ഈ ഒരു ഇടയ്ക്കായിട്ട് ഇങ്ങനെ ഒരു പതിവ് ശീലമുള്ളത്? എങ്ങനെയാണ്? അല്ല, അത് പൊതുവെ സംഭവിക്കുന്നത് അതില് രണ്ടാമത്തെ മാറ്റം പലപ്പോഴും സംഭവിക്കുക ഇതിന്റെ ഈ വിപണി രംഗത്തുള്ള ഈ ഓഹരി വിപണിയിലായാലും ഈ അമൂല്യ ലോഹങ്ങളുടെ വിപണിയിലായാലും ഒക്കെ വലിയ രീതിയിലുള്ള ഊഹക്കച്ചവട സ്വാധീനമുണ്ട്. ഈ ഊഹക്കച്ചവട സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ് അത് പലപ്പോഴും വളരെ വൈകാരികമായിട്ട് ആയിരിക്കും ഇത്തരം വിപണികളൊക്കെ തന്നെ പ്രവർത്തിക്കുക. വിശേഷിച്ച് ഊഹക്കച്ചവടത്തിന്റെയൊക്കെ സ്വാധീനമുള്ള സമയങ്ങളിൽ അത് വളരെ വൈകാരികമായിട്ടായിരിക്കും പ്രതികരിക്കുക. അപ്പോൾ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെ കുറിച്ച് കൂടുതൽ അനിശ്ചിതത്വം വിപണിയിൽ ഇടപെടുന്നവരുടെ മനസ്സിലുണ്ടായി എന്നുള്ളതാണ് ഈ രണ്ടാമത് വീണ്ടും വർദ്ധിക്കുന്നതിന് കാരണമായി മാറിയത്. ശരി, വളരെ നന്ദി ശ്രീ സന്തോഷ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.